ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2 ഭാഗങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചന വ്യാഖ്യാനം പൂർത്തിയാക്കി വചന വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. യേശു കർത്താവ് മരണമടഞ്ഞ ലാസറിൻ്റെ കല്ലറയിങ്കൽ ചെല്ലുന്നതും താനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് ഈ ലോകത്തോട് പറയുന്നതുമായ വാക്യങ്ങളുടെ വിചിന്തനങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പൂർത്തിയാക്കിയത്. അതിനുശേഷമുള്ള വചനഭാഗത്തിൻ്റെ വിചിന്തനങ്ങളിലേക്ക് നമുക്ക് ഈ എപ്പിസോഡിൽ പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 37 വരെയുള്ള വചനഭാഗങ്ങളുടെ വിചിന്തനമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ലാസറിൻ്റെ ഖബറിടത്തെ സമീപിച്ചപ്പോൾ ഈശോ കരഞ്ഞതായി സുവിശേഷകനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതിൻ്റെ വചന വിചിന്തനം എന്താണെന്നും എന്നോട് വ്യക്തിപരമായി ഈശോ എന്താണ് ലാസറിൻ്റെ കല്ലറയിങ്കൽ വെച്ച് കരയുന്നതിലൂടെ പഠിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഭാഗം യേശു കർത്താവ് കരയുന്നു എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തുക. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് യേശു ലാസറിൻ്റെ കല്ലറയിങ്കൽ ചെന്ന് മരിച്ച് 4 ദിവസങ്ങൾ കഴിഞ്ഞ ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞ് ഉയിർപ്പിക്കുന്നതിന് മുൻപായി ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനു മുൻപായി ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയോടും മറിയത്തോടും കുടുംബക്കാരോടും നാട്ടുകാരോടുമൊപ്പം യേശു കർത്താവ് കണ്ണീർ വാർക്കുന്നതായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം സമാന്തര സുവിശേഷകന്മാരായ മത്തായിയോ മർക്കോസോ ലൂക്കായോ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് സമാന്തര സുവിശേഷകന്മാരിലില്ലാത്തതും 4-ാം സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തുന്നതുമായ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതത്തെ അടയാളമായി 4-ാം സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായി ഒരു വാഗ്മയ ചിത്രം പോലെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ യേശു കരയുന്നത് എന്തുകൊണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് പാപത്തിനും മരണത്തിനും വിധേയനാകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഐക്യദാർഢ്യം വെളിപ്പെടുത്തിക്കൊണ്ട് കരഞ്ഞു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരിൽ ചിലരെങ്കിലുമൊക്കെ കർത്താവിൻ്റെ കരച്ചിലിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മളൊക്കെ കരയുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങളോ വേദനകളോ വരുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് കരയുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ കർത്താവ് കരഞ്ഞത് എന്തുകൊണ്ടാണ്? പാപത്തിനും മരണത്തിനും അടിമപ്പെട്ട് മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളുടെ, പ്രയാസങ്ങളുടെ, ഭാരപ്പെടുത്തുന്ന ഓർമ്മകൾ കണ്ടിട്ടാണ് മനുഷ്യരോട് താതാത്മ്യപ്പെടാനും ഐക്യദാർഢ്യപ്പെടാനും വേണ്ടി യേശു കർത്താവ് കരഞ്ഞത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുക. എന്ന് പറയുമ്പോൾ ലാസറിൻ്റെ കല്ലറയെ സമീപിച്ച യേശു കർത്താവ് തൻ്റെ സ്നേഹിതനായ ലാസറിനോടുള്ള സ്നേഹത്തെ പ്രതി, സൗഹൃദത്തെ പ്രതി കരഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന് രണ്ടാമതായി സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പോലെ രേഖപ്പെടുത്തിയിരിക്കുക, ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ സഹോദരങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ ഐക്യദാർഢ്യം പുലർത്തുന്നവരും ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരുമാകണമെന്ന് സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ കരയുന്ന ഭാഗങ്ങൾ
2 പ്രാവശ്യം മാത്രമേ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയിങ്കൽ കരയുന്നതിനു ശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ആത്മാവിൽ നെടുവീർപ്പിട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ മനുഷ്യരൂപത്തിലൂടെ മനുഷ്യനായ യേശു കർത്താവിന് മാനുഷികമായ വികാരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മാനുഷികമായ വികാരങ്ങളോടെയാണ് കർത്താവ് തൻ്റെ സ്നേഹിതൻ മരിച്ചു കിടക്കുമ്പോൾ അവനെ ഓർത്ത് കണ്ണീർ വാർക്കുന്നത് എന്നും മനസ്സിലാക്കുകയാണ് എളുപ്പം. എന്നാൽ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നാണ്, മറ്റ് മനുഷ്യരുടെ ദുഃഖങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ അവർക്കു വേണ്ടി കണ്ണീർ വാർക്കുന്നവരും, അത് ദയയുള്ളവർക്ക്, കണ്ണിൽ ചോരയുള്ളവർക്ക്, കരുണയുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ് എന്ന് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ദയയുള്ളവരാകുമ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ നമുക്കും സങ്കടം ഉണ്ടാകും. അതിനെ കേവലം സിമ്പതി, സഹതാപം എന്ന വാക്കുകൊണ്ടല്ല, മറിച്ച് എംപതി എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയോട് താതാത്മ്യപ്പെടുകയെന്നോ ഐക്യദാർഢ്യപ്പെടുകയെന്നോ ഒക്കെ എംപതി എന്ന വാക്കിനെ നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് എനിക്ക് തോന്നുക. അതുകൊണ്ട് യേശു കർത്താവ് കരയുന്നു എന്നതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്: കർത്താവിന് സങ്കടമുണ്ടായി. അത് 2 കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, സ്നേഹിതൻ മരിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന സങ്കടം. രണ്ടാമതായി, മറ്റുള്ളവരുടെ വേദനയിൽ ഐക്യദാർഢ്യപ്പെടുന്നു എന്നുള്ളതും. ഈ 2 കാരണങ്ങളും യേശു കർത്താവിനെ സങ്കടപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 44 വരെയുള്ള വചനത്തിൻ്റെ വിചിന്തനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 38 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ ഈ ലോക ജീവിതവും പ്രവർത്തനങ്ങളും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപുള്ള അവിടുത്തെ പ്രാർത്ഥന സൂചിപ്പിക്കുന്നുണ്ട്. പല പ്രാവശ്യം സമാന്തര സുവിശേഷകന്മാർ, പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷകൻ, ഈശോ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങിയെന്നും അവൻ മലമുകളിലേക്ക് കയറിപ്പോയി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ഏതാനും ചിലർ അവൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവേ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നു. ഇപ്രകാരമുള്ള വചനഭാഗങ്ങൾ ആവർത്തിച്ച് സമാന്തര സുവിശേഷകന്മാരെല്ലാവരും, പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷകനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈശോ വ്യക്തിപരമായി പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും യോഹന്നാൻ സുവിശേഷകൻ ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ലാസർ മരിച്ചു എന്നു കേട്ട് കർത്താവ് ജെറൂസലേമിൽ തന്നെ തുടരുകയും 4 ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ കല്ലറയിങ്കലേക്ക്, ബഥാനിയ എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ചെന്ന് കണ്ണീർ വാർത്തതിനു ശേഷം യേശു കർത്താവ് കല്ലറയുടെ മുൻപിൽ വന്ന് നിന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് സഹോദരങ്ങളെ നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ യേശു കർത്താവ് പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നുവെന്നും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടവരാണ് എന്നും സഹോദരങ്ങളെ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഈ രംഗം അവതരിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ നമ്മെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈശോ എപ്പോഴും പിതാവുമായുള്ള ഐക്യത്തിലായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈ വചനഭാഗം. സദാസമയം പിതാവുമായി പുത്രൻ ഐക്യത്തിലായിരുന്നു എന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 18-ാം തിരുവചനം. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ബഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ അപ്പുറമായിരുന്നു. 15 സ്താദിയോൺ അപ്പുറത്തുള്ള ബഥാനിയ എന്ന പ്രദേശത്തേക്കാണ്
ജെറുസലേമിൽ നിന്ന് യേശു കർത്താവ് യാത്ര പുറപ്പെടുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ ശിഷ്യന്മാർ ഈശോയെ തടയുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ വധിക്കാൻ വേണ്ടി ആലോചിച്ച് കാത്തു നിൽക്കുക. എന്നിട്ടും നീ നിന്റെ വധം നടക്കുമെന്ന് നീ കരുതുന്ന പ്രദേശത്തേക്ക് പോകേണ്ടത് എന്താ? നമുക്കിവിടെ നസ്രത്തിൽ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് ശിഷ്യന്മാർ ഈശോയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കർത്താവ് തീരുമാനം എടുക്കുകയാണ് 4 ദിവസങ്ങൾക്ക് ശേഷം. അതല്ല, എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്ന കർത്താവ് ആ വേദനയോടുകൂടെയാണ് പിതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാകണം ഓരോ വിശ്വാസിയുമെന്ന് കർത്താവിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ, പ്രാർത്ഥനയിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പിതാവിൻ്റെ മടിയിലായിരിക്കുന്ന ഏകജാതൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സൃഷ്ടിക്കുന്ന വാക്ക്, ദ ലോഗോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ്റെ പ്രൊലോഗ് അഥവാ പ്രാരംഭ കീർത്തനം എന്ന് വിളിക്കപ്പെടുന്ന 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ ദൈവപിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെക്കുറിച്ചാണ് പറയുക. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മം നടക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ക്രിയേറ്റീവ് വേർഡ്, സൃഷ്ടിക്കുന്ന വചനമായ പുത്രനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും യോഹന്നാൻ സുവിശേഷകൻ ഈ വാക്യത്തിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും ഈശോ എപ്പോഴും പിതാവുമായുള്ള ഐക്യത്തിലായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ മരിച്ചു കിടക്കുന്ന ലാസറിൻ്റെ കല്ലറയിങ്കൽ വന്നു നിന്ന് കർത്താവ് പിതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം അതാണ്. ഇതിലൂടെ പിതാവുമായുള്ള അവിടുത്തെ ഐക്യമാണ് ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് നൽകപ്പെടാവുന്ന മനോഹരമായ ഒരു നിർവചനം, ഡെഫിനിഷനാണ് ദൈവവുമായുള്ള ബന്ധമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം തന്നെയും മനുഷ്യരോട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ഉദാത്തമായ പ്രാർത്ഥന എന്ന് വിശുദ്ധന്മാർ പലരും നിർവചിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുക, അതിന് മാതൃകയായി യോഹന്നാൻ സുവിശേഷകൻ യേശു കർത്താവിനെ ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ വെച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയും അവിടുത്തെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്നത് പിതാവുമായുള്ള ബന്ധവും പിതാവുമായുള്ള പ്രാർത്ഥനയിലെ ഐക്യവുമാണ് എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളും ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു പുതിയ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനാ വീട് വെഞ്ചരിക്കുന്നത്? ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തിനാ വാഹനം നമ്മൾ വെഞ്ചരിക്കുന്നത്? ഇപ്രകാരം പുതിയ കാര്യങ്ങൾ എന്തു തുടങ്ങുമ്പോഴും അത് ആശീർവദിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഒരു രീതി കത്തോലിക്ക തിരുസഭയിലുണ്ട്. അച്ഛൻ്റെ അടുക്ക ചെന്ന്, അച്ഛ, ഞാനൊരു പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, വെഞ്ചരിച്ച് തരണമെന്ന് പറയാറില്ലേ? അതിൻ്റെ കാരണം ഇതാണ്, ദൈവത്തിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തോടുകൂടെ ഇതിൻ്റെ ഓട്ടം ആരംഭിക്കണമെന്നുള്ളതാണ്. അത് ഏതൊരു കാര്യത്തിലും നമ്മൾ ചെയ്യാറുള്ളതാണ്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ പഠനോപകരണങ്ങൾ വെഞ്ചരിക്കുന്ന കർമ്മങ്ങൾ പല ഇടവക പള്ളികളിലും ഒരുപക്ഷെ ആരംഭിച്ചത് ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുൻപായി ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ അവസാനങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്താറുണ്ട്. അവിടെ ധ്യാനം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ധ്യാനം അവസാനിപ്പിച്ച് വിടുന്നതിന് മുൻപ് അവരുടെ നോട്ട് പുസ്തകങ്ങളോ ടെക്സ്റ്റ് ബുക്കുകളോ ഇൻസ്ട്രുമെൻ്റ് ബോക്സുകളോ പേനയോ പെൻസിലോ ഒക്കെ വെഞ്ചരിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം അവർക്ക് ബുദ്ധിക്ക് പ്രകാശം ലഭിക്കാനും
ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പഠനത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇപ്രകാരം വെഞ്ചരിച്ച് ആരംഭിക്കുന്ന ഏതൊരു കാര്യവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ഇപ്രകാരം ദൈവവുമായുള്ള ഒരു ഐക്യം, ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ദൈവഹിതമെന്നും ബിബ്ലിക്കലി ദൈവശാസ്ത്രപരമായി ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയിലേക്കാണ് എന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ശക്തിയായി പ്രാർത്ഥനയുടെ ശക്തി നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണവും. വിചിന്തനത്തിൻ്റെ 3-ാം ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ഉറവിടമായി തീരേണ്ടതും പ്രാർത്ഥനയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. യേശു കർത്താവ് പിതാവായ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് വഴിയായി ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഏതൊരു പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനയോടെ ആരംഭിക്കണമെന്നും, സാധാരണഗതിയിൽ വിശ്വാസികളായ അനേകം പേര് രാവിലെ കുർബാന അർപ്പിച്ചതിന് ശേഷം ആ ദിവസം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ച് പള്ളിയിലേക്ക് പോകാറുണ്ടല്ലോ. വിശുദ്ധ കുർബാനയിലൂടെ ദിവസം തുടങ്ങാൻ വേണ്ടിയുള്ള ആഗ്രഹവുമൊക്കെ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാനുള്ള വിശ്വാസിയുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ഇപ്രകാരം തന്നെയാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവും ദൈവപിതാവുമായി പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം, ദ പ്രയോറിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട് എന്ന് ഈ വിചിന്തനം നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുക. കാരണം ഈശോയിലുണ്ടായിരുന്ന ഈ മനോഭാവം തന്നെയാണ് ഞാനും നിങ്ങളും സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടതുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കന്മാർ പലപ്പോഴും ഒരു സങ്കടമായി, പരാതിയായി ഈ കാലങ്ങളിലൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോഴൊക്കെ പറയാറുണ്ട്, അച്ഛാ മക്കളോട് ഇടദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പോകാറില്ല. ഞായറാഴ്ച പോലും വളരെ കഷ്ടപ്പെട്ടാ പിള്ളേർ പള്ളിയിൽ പോണേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തലമുറയിൽ നിന്നും പകർന്നു കിട്ടേണ്ടുന്നതും ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദേവാലയത്തിൽ പോകുന്നതും വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുന്ന ഓരോ ദിവസത്തെയും വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച്. വിശുദ്ധ പാദ്രേ പിയോ പറയുന്നൊരു വാക്യം ഞാനിപ്പോൾ ഓർക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പറ്റും, പക്ഷേ കുർബാന അർപ്പിക്കാത്ത ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും സാധ്യമല്ല. എത്ര മനോഹരമായ ഒരു വാക്യമാണ് പാദ്രേ പിയോയുടെ അധരങ്ങളിലൂടെ പൊഴിഞ്ഞു വീണത്. സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. അതിനേക്കാൾ അപകടകരമാണ് ഒരുപക്ഷെ കുർബാന അർപ്പിക്കാത്ത ഒരു വിശ്വാസിയുടെ ദിവസം എന്ന് പറയുക. പാദ്രേ പിയോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയോടുകൂടെ ആരംഭിക്കേണ്ട ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇപ്രകാരം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം സമർപ്പിതമാകുന്ന ജീവിതങ്ങളായിരിക്കണമെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ 4-ാം സുവിശേഷകനായ യോഹന്നാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമെന്ന് പറയുന്നത് 45 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിനെ കൊലപ്പെടുത്താനായി ഗൂഢാലോചന നടത്തുന്ന യഹൂദന്മാരുടെ, ഫരിസയ പ്രമാണിമാരുടെ അനുഭവത്തെക്കുറിച്ചാണ്. കർത്താവ് ചെയ്ത ലാസറിനെ ഉയർപ്പിച്ചു എന്ന കാരണം 2 തരത്തിലുള്ള പ്രതികരണമാണ് അത് കണ്ടു നിന്നവരിൽ ഉണ്ടാക്കിയത്. ബഥാനിയായിലുള്ള ലാസറിൻ്റെ കുടുംബക്കാർക്കും അവൻ്റെ ബന്ധുമിത്രാദികൾക്കും ആ നാട്ടുകാർക്കും യേശു കർത്താവിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെങ്കിൽ, കർത്താവ് ഇപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവനോട് വിരോധമുള്ള മറ്റൊരു വിഭാഗവും ഉണ്ടായി എന്നുള്ളതാണ്. അനുകൂലമായ പ്രതികരണവും പ്രതികൂലമായ പ്രതികരണങ്ങളും കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും, കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ. ഇവിടെ 45 മുതലുള്ള വാക്യങ്ങളിൽ പ്രതികൂലമായ
ഒരു പ്രതികരണത്തെക്കുറിച്ചാണ് സഹോദരങ്ങളെ പറയപ്പെടുന്നത്. ഈശോയുടെ മരണം ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന ഒരു വിചിന്തനമാണ് ഈ വാക്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ചിന്നിച്ചിതറി പലയിടങ്ങളിലായി കിടക്കുന്ന വിശ്വാസികളായ ദൈവമക്കളെ ഒന്നിപ്പിക്കുന്നതിന് കർത്താവിൻ്റെ മരണം കാരണമായി എന്നാണ് 4-ാം സുവിശേഷകനായ യോഹന്നാൻ ഈ വാക്യങ്ങളിലൂടെ ഒന്നാമതായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസത്തിലൂടെയാണ് മറ്റുള്ളവർ ദൈവത്തിങ്കലേക്ക് കടന്നു വരുന്നത്, പ്രാർത്ഥനാ അനുഭവങ്ങളിലേക്ക് വരുന്നത്. സന്യാസിനികളായ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കർണാടക സംസ്ഥാനത്തിൻ്റെ ചിത്രദുർഗ ഭാഗങ്ങളിൽ അവർക്ക് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറയുമായിരുന്നു, അച്ഛാ, ഞങ്ങൾക്ക് കുർബാന കിട്ടണമെങ്കിൽ ഏകദേശം 70 കിലോമീറ്ററുകൾ ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമീപ പ്രദേശങ്ങളിലൊന്നും ഒരച്ഛനില്ല, ഒരു പള്ളിയില്ല. ഞങ്ങളുടെ കോൺവെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും ഒരു കുർബാന കിട്ടണമെങ്കിൽ 70 കിലോമീറ്ററുകൾ പോകണം. അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക സാധ്യമല്ല. ഞായറാഴ്ചകളിൽ ഓട്ടോ പിടിച്ചാണ് അച്ഛാ ഞങ്ങൾ 70 കിലോമീറ്റർ അകലെയുള്ള ദേവാലയത്തിൽ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങൾ 3 സിസ്റ്റർമാർ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മിഷൻ ഹൗസിൽ. അതുകൊണ്ട് ഒരു അച്ഛനെ വിളിച്ച് എല്ലാ ദിവസവും കുർബാന ചൊല്ലിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ദൂരം പ്രദേശങ്ങളിലൂടെ മിഷൻ ഏരിയകളിലൂടെ വന്ന് ഇപ്രകാരം ഒരു ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്, ദാഹമാണ്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുമ്പോൾ തൊട്ടടുത്ത് പള്ളികളുള്ളപ്പോഴും കുർബാനയുള്ളപ്പോഴും ആ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മനസ്സാകാത്ത എത്രയോ ഏറെ വിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ടാകും ഒരു പക്ഷേ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതും വാസ്തവമല്ലേ. എന്നാൽ വിശുദ്ധ കുർബാന അടുത്തില്ല എന്ന കാരണം കൊണ്ട് വലിയ ദുഃഖത്തോടുകൂടെ സങ്കടത്തോടുകൂടെ അടുക്കൽ വന്നിട്ട് അച്ഛാ 70 കിലോമീറ്റർ സഞ്ചരിച്ചാലേ ഒരു കുർബാന കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന സിസ്റ്റർമാരെയും എനിക്കറിയാമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളുടെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരുടെയും ചേർക്കപ്പെട്ടവരുടെയും സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത്. കത്തോലിക്ക തിരുസഭയുടെ ഉദ്ഘാടനം നടന്നത് പന്തക്കുസ്ത തിരുനാൾ ദിവസമാണ്. ലൂക്കാ സുവിശേഷകൻ എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പന്തക്കുസ്ത സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് ആരംഭിച്ച തിരുസഭ എന്ന് പറയുന്നത്, ഉദ്ഘാടനം ചെയ്യപ്പെട്ട കത്തോലിക്ക സമൂഹം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളുടെ സമൂഹമായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരെ കുറിച്ചാണ്. സഹോദരങ്ങളെ, തിരുസഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ മാത്രം ഗണമാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. പാപികളായ മനുഷ്യര്, അത് അൽമായ വിശ്വാസികളാകട്ടെ, സന്യസ്തരാകട്ടെ, വൈദികരാകട്ടെ, മെത്രാന്മാരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ പാപികളല്ലാതാകുന്നില്ല. എന്നാൽ പാപത്തിൽ നിന്നും കുംഭസാരമെന്ന അനുരഞ്ജന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരാൻ ആഗ്രഹിച്ച് മാമോദീസായിലൂടെ 1-ാമത്തെ കൂദാശ അഥവാ പ്രവേശക കൂദാശയിലൂടെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സമൂഹമാണ് തിരുസഭ എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം തിരുസഭയുടെ ഭാഗമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ കൂട്ടായ്മ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് സഭയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുക. ദൈവമക്കളായ വിശ്വാസികളെല്ലാവരും പ്രാർത്ഥനയിലൂടെയും വിശ്വാസ പരിശീലനത്തിലൂടെയും തിരുസഭയോട് ചേർന്നു നിൽക്കുന്നവരാകണമെന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗത്ത് 45 മുതലുള്ള വാക്യങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമ്മോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് വിശ്വാസ പരിശീലനം ആവശ്യമാണ്. കാറ്റക്കിസം എന്ന് വിളിക്കും നമ്മൾ. നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം പോരാ. അവർക്ക് മോറലായിട്ടുള്ള കാര്യങ്ങൾ, ധാർമ്മികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. അവർക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൺഡേ ക്ലാസ്സുകൾ എന്ന് വിളിക്കുന്ന
വിശ്വാസ പരിശീലനം, കാറ്റക്കിസം ക്ലാസ്സുകൾ പള്ളികളിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഈ കാറ്റക്കിസം ക്ലാസ്സുകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തോടൊപ്പം തന്നെ വിശ്വാസ പരിശീലനവും നൽകുക എന്നുള്ളത് തിരുസഭയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, വിശ്വാസ പരിശീലന ക്ലാസ്സുകളുടെ പ്രാധാന്യത്തെ ആരും കുറച്ച് കാണരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ കാലത്തുണ്ടല്ലോ, ഞായറാഴ്ചകളിലാണ് കുട്ടികൾക്ക് എൻട്രൻസ് പരിശീലനങ്ങളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കന്മാർ വലിയ ആവേശത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ വീക്കെൻഡിലാണ് ക്ലാസ്സുകളുള്ളത്, ഞായറാഴ്ച കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി വിടുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ വിശ്വാസ പരിശീലനമോ? ഏതിനാണ് പ്രാധാന്യം? നമ്മുടെ ശരീരം ഒന്നാകെ ഒരുപോലെ വളരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. തല മാത്രം വളർന്നു പോയാൽ പോരാ, ഇതിനുള്ളിലുള്ള ആത്മാവ്, ശരീരത്തിൽ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവും ഇപ്രകാരം തന്നെ വളർച്ച പ്രാപിക്കുക എന്നുള്ളതും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയും ഈ ലക്ഷ്യപ്രാപ്തിക്കുതകും വിധം സഭാജീവിതത്തിൽ സജീവമായി പങ്കാളികളാകാൻ സഭാമക്കൾ ജാഗ്രത പുലർത്തണമെന്നും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ സ്വന്തം താല്പര്യങ്ങൾ ഹനിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഈ ക്ലാസ്സിലൂടെ, ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ വിചിന്തനങ്ങളായിരുന്നു. എന്നോട് കർത്താവ് വ്യക്തിപരമായി എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ ശുഭവന്ദനം.